ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂർ നീണ്ടു. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിയെന്നും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് പിന്നിൽ രാഷ്ട്രീയമാണോ എന്ന ചോദ്യത്തിന് അസ്വാഭാവികത ഇല്ല എന്നായിരുന്നു മറുപടി. കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. സിജോ വി ജോൺ ചെന്നൊരു വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാനമായും ഭരണപക്ഷം പ്രതിരോധിച്ചത് അടൂർ പ്രകാശിന് പോറ്റിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബന്ധമുണ്ടെന്നുള്ള സൂചന SITക്ക് ലഭിച്ചിരുന്നു? അദ്ദേഹം എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടൂർ പ്രകാശിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ, വരണമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിനൊന്ന് കൃത്യമായ ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറാകുകയും ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരുന്നത് തന്നെ വിളിപ്പിച്ചതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ആ ചോദ്യം കൃത്യമായി മനസ്സിലാക്കാതെയാണോ അടൂർ പ്രകാശ് മറുപടി പറഞ്ഞെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം തന്നെ വിളിച്ചത് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യത്തിനാണ്, അല്ലെങ്കിൽ തനിക്കൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ചോദ്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കി. പങ്കെടുത്ത് അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് എന്നെ അറിയിച്ചതനുസരിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അത് എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. അത് ഞാൻ അവിടെ പോയിരുന്നു. അതിപ്പോഴും ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ SIT ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഒക്കെ ചോദിച്ചു. അതിന്റെയും മറുപടിയെല്ലാം ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയാണല്ലോ ഒരു പ്രധാനമായ ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷത്തെ നേരിടാൻ അതാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയിൽ അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സന്ദർശകർക്ക് റിസർവേഷനുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോറ്റിയെ പോലെ ഒരാൾ പോയത്? ആരാണ് അവർക്ക് സൗകര്യം ഒരുക്കിയത്? തുടങ്ങിയ ചോദ്യങ്ങളാണ്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവര് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭയായ ഒരു നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവരെ തീർച്ചയായിട്ടും അവരെ അനുമതി കൊടുക്കും. അത് ആരാണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അനുമതി കൊടുക്കുന്നത്. കള്ളനാണ്, ദുഷ്ടനാണ്, മോഷ്ടാവാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അനുമതി കൊടുത്തിട്ടുള്ളത്. അവിടെ അയാൾക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി കിട്ടിയതിന് ശേഷം എന്നെയും വിളിച്ചു പറഞ്ഞു, ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞനുസരിച്ചാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആണ് ഞാൻ അവിടെ പോയത്. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ ആരവസരം ഒരുക്കിയെന്ന് തെളിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ എല്ലാ സംശയങ്ങളും തീരുമെന്നാണ് ഭരണപക്ഷം പറയുന്നത്, CPM പറയുന്നത്. അത് CPM ഇപ്പോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു. തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഞങ്ങളൊരു ജാഥ ആരംഭിച്ചു. ആ ജാഥയിൽ ഉള്ള ജനങ്ങളുടെ പ്രതികരണവും ആ ഒരു മുന്നേറ്റവും കണ്ടുകൊണ്ട് ഇപ്പോൾ അതിന് പകരമായി ജാഥകൾ നടക്കുന്നുണ്ടല്ലോ, ഓരോ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. പറയാനുള്ള മറുപടികൾ അവർ പറയുന്നുണ്ട്. ഞങ്ങളും മറുപടി പറഞ്ഞു തന്നെ വരികയാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ LDF ഗവൺമെന്റ് കാണിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട്. ഈ SITയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ട് എന്ന ആക്ഷേപം പരസ്യമായി ഉന്നയിച്ച് പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ് കോൺഗ്രസും UDFും. ഇത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ അത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുണ്ട്? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകമായി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കും വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പോൾ UDF കൺവീനറെ തന്നെ വിളിച്ച് ഒരു ചോദ്യം ചെയ്യൽ SITയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളെ കൂടി അറിയിച്ചുകൊണ്ടായിരിക്കും ഞാൻ SITയുടെ മുമ്പിലേക്ക് പോകുന്നത്.
അപ്പോൾ ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് പിന്നെ ഇറങ്ങി വരുന്ന അവസരത്തിൽ അവർ എന്നോട് പറഞ്ഞു നമുക്ക് പിന്നെ സാറിന് പുറകിക്കട പോകാനുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞു പുറകിക്കട ഞാൻ പോകുന്നില്ല, ഞാൻ മുമ്പിൽ കൂടെയുള്ള വഴിയിലേ ഇവിടെ പോകത്തുള്ളൂ. അങ്ങനെ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പിൽ കൂടെയാണല്ലോ ഇറങ്ങി വന്ന്, ഞാൻ ഒളിച്ചോടി പോയില്ല. അവിടെ വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ചാനലിലും അവരുടേതായ മാന്യത വെച്ചുകൊണ്ട് ഉള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷങ്ങൾ നടത്തിയ ചില ആളുകളുണ്ട്.